Thank you very much. Do not ever expect me to come back in front of you guys giving my heart. I put my heart on a sleeve for you guys. I've never said anything I said in this video ever in my life because it is very, very, very unnecessary. ஒரு மனுஷனுக்கு ஒரு கஷ்டம் வரும்போது அப்ப மட்டும் தான் தெரியும் அவங்க கூட யார் இருப்பாங்க. அப்படி என்ன பண்ணுதாங்க கெனிசா? எப்படி வளர்ந்தவங்க தெரியுமா அவங்க? அவங்க வீடியோ போட்டு அதுல ஒரு சைபர் புல்லிங். ஒரு பொண்ணு என்ன புரிஞ்சுக்கிச்சு. நான் பார்க்காத ஹீரோயினாங்க. என் வேலையே அழகான பொண்ணு கூட நடிக்கிறது. அதான் என் வேலையே. எப்படி அழகுல மயங்கி போயிட்டாங்களா? எத்தனை வருஷம் சொல்ல அவங்களுக்கு ஒரு ரீசன் தேவை. எப்படி 45 வயசுல எப்படிங்க அந்த அழகு பின்னாடி ஓடுற என்னங்க பேசுறீங்க? அழகான ஹீரோயின் நடிகர் தாங்க என் வேலையை அப்பெல்லாம் போடாத இப்ப ஏங்க ஓடணும்? ஒரு ரீசன் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும். குழந்தைங்க பத்தி என் பாசத்தை பத்தி பேசாதீங்க. யாருக்கும் எதுவுமே தெரியாது. டெய்லி நைட் உட்காந்து அவன் செஸ் கத்துக்குவேன். சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவன்கிட்ட தோத்து போவேன் நான். என்ன சொல்றீங்களா? കൊണ്ടേങ്ങ മേല അൻപില്ലെന്ന്. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് ജയൻ രവിയുടെയും ഭാര്യ ആരതിയുടെയും വിവാഹമോചനം. ആദ്യം വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇതൊരു സാധാരണ ഈഗോ പ്രശ്നമോ അല്ലെങ്കിൽ പണത്തിന്റെ തർക്കമോ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. ജയൻ രവിയെ ഒരുപാട് പേര് കുറ്റപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നടന്റെ വാർത്ത ഇത്രയധികം പ്രചാരത്തിലായത് അല്ലെങ്കിൽ ഈ ചർച്ചാ വിഷയമായതെന്നറിയാലോ. കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫേമസ് നടനാണ്. കോളിവുഡിലായാലും ബോളിവുഡിലായാലും മോളിവുഡിലായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് ജയൻ രവി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നമുക്കറിയാലോ, മറ്റേ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, സൺ ഓഫ് മഹാലക്ഷ്മി എന്നുള്ള സിനിമ. ശരിക്കും ഞാൻ ആ ഒരു സിനിമയിലൂടെയാണ് ഈ ഒരു നടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അത് ഏകദേശം എല്ലാവരുടെ മനസ്സിലും സൺ ഓഫ് മഹാലക്ഷ്മി എന്നുള്ള സിനിമ തന്നെയായിരിക്കും. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിൽ നല്ലൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വിവാഹം എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം വൻ പരാജയം തന്നെ ആയിപ്പോയി. എന്തായാലും നമ്മൾ പോലും വിചാരിക്കാത്ത സിനിമാ ലോകത്തെ പോലും പിടിച്ചുലയ്ക്കുന്ന വലിയൊരു രഹസ്യമുണ്ട് എന്ന് തന്നെയാണ് തമിഴ് സിനിമയിലെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു പ്രമുഖ നിർമ്മാതാവായിട്ടുള്ള ഒരു ആള്, ഒരു ഡയറക്ടർ ഇപ്പോൾ തുറന്നു പറയുന്നത്. വെറും ഒരു ബാങ്ക് അക്കൗണ്ട് തർക്കമല്ല ഇവരെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നും അതിലും വലിയൊരു കഥ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മെയിൻലി ഒരു ലീക്ക് വീഡിയോയെ കുറിച്ചാണ് ഷാംഹൂൺ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ വെളിപ്പെടുത്തലിൽ പറയുന്നത് കേട്ടോ. തമിഴിലെ പ്രമുഖനായിട്ടുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങൾ. അതായത് ഒരു 2.5-3 വർഷം മുൻപ് തമിഴ്നാട്ടിൽ വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്വകാര്യ വീഡിയോ ലീക്കായ വിഷയം. അത് ജയൻ രവിയുടേതായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായ ആരതിയുടേതായിരുന്നു അത്. അന്ന് ആരതിയുടെ കുടുംബത്തിന് വലിയ സ്വാധീനവും പണവും ഒക്കെ ഉപയോഗിച്ച് ആ ഒരു വീഡിയോ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അവര് നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. വാർത്തകൾ ഒതുക്കിയും തീർത്തു. പക്ഷെ ആ വീഡിയോയുടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ജയൻ രവിയുടെ കയ്യിൽ കിട്ടി. അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതായത് ജയൻ രവി അനുഭവിച്ച മാനസികമായിട്ടുള്ള ആ ഒരു ക്രൂരതകൾ അവിടെ നിന്ന് തുടങ്ങി. ഈ തെളിവുകൾ ജയൻ രവി എപ്പോഴെങ്കിലും പുറത്തു വിടുമോ എന്നുള്ള ആരതിയുടെ കുടുംബം ഭയന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാനസികമായിട്ട് അടിച്ചമർത്താനും അതുപോലെ ടോർച്ചർ ചെയ്യാനും ഒക്കെ അവർ ശ്രമിച്ചു. ഇവിടെ ഈ ഒരു ഡയറക്ടർ പറയുന്ന ഒരു വാചകം വളരെ ഭയപ്പെടുത്തുന്നതാണ് കേട്ടോ. ആ വീഡിയോ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ജയൻ രവി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇല്ലായിരുന്നെങ്കിൽ ആ കുടുംബം അദ്ദേഹത്തെ വകവരുത്തുമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യനെ ഇമോഷണലായി തകർത്ത് ഭ്രാന്തനാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. ഇതൊക്കെ സഹികെട്ടാണ് ഒടുവിൽ ജയൻ രവി ആ ഒരു വീട് വിട്ടിറങ്ങിയതും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണല്ലോ. അത് കണ്ടവർക്കൊക്കെ മനസ്സിലാകും അദ്ദേഹം എത്രത്തോളം തകർന്നിട്ടാണ് അത് സംസാരിച്ചത് എന്നുള്ളത്. തനിക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു എന്നും കാർഡ് ഉപയോഗിച്ചാൽ പോലും ചോദ്യം ചെയ്യില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ നടന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം മക്കളെ പോലും കാണാൻ അനുവദിക്കുന്നില്ല. ഇനി ഈ ഒരു വിവാഹമോചനം കഴിയുന്നത് വരെ ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അവിടെ എല്ലാവരും കണ്ടത്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ആരതിയും കുടുംബവും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാണും, അവർക്കും ആ ഒരു മറുഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പം അവർക്കും ചിലത് പറയാനുണ്ടാകും.
ആരതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഉറങ്ങിക്കിടക്കുന്ന പെൺസിംഹത്തെ ഉണർത്താൻ ശ്രമിക്കരുത് എന്നാണ്. തന്റെ കുട്ടികളെയും അന്തസ്സിനെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് സത്യവുമായിട്ട് താൻ മുന്നോട്ട് വരുമെന്ന് അവർ പറയുന്നുണ്ട്. ആരതിയുടെ അമ്മ സുജാത വിജയകുമാറും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. 2008 வந்துட்டு நீங்க ஒரு விகடன்ல வந்து ஒரு இது வந்திருக்கு, ஒரு இன்டர்வியூ இல்ல, ஒரு பேஜ் ஃபுல்லா வந்துட்டு வந்திருக்கு. கண்டிப்பா நான் வந்துட்டு அது எப்படி தேடி கண்டுபிடிச்சு எடுப்பேன். அதுல யாரு பிளாக்மெயில் பண்ணி யாரு கையை அறுத்துக்கிட்டு கல்யாணம் கேட்டாங்கன்றது வந்துட்டு 2008. കാര്യങ്ങൾ കോടതിയിലായതും കൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്നും, എന്നാൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്ന് തന്നെയാണ് അവര് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കുടുംബമാകുമ്പോൾ നിന്റെ അക്കൗണ്ട് എന്റെ അക്കൗണ്ട് എന്ന വേർതിരിവുണ്ടോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു തർക്കത്തിനിടയിൽ വലിയൊരു രാഷ്ട്രീയ സിനിമാ പോരുകൂടിയാണ് നമ്മൾ കണ്ടത്. ഭാരതിക്ക് പിന്തുണയുമായിട്ട് നടി ഖുഷ്ബു എത്തിയതാണ് ജയൻ രവിയെ ചൊടിപ്പിച്ചത്. இந்த 3 லெட்டர் நடிகை இருக்காங்க, நான் சொன்னல ஆல்ரெடி நிறைய கேஸ், அவங்க பேரை சொன்னால் அவங்களும் என் பேரை தெரியாமல் என்னை வந்து அட்டாக் பண்ணுறாங்களாம். இட்லி நடிகை அதையும் சொல்லியிருந்தேன் நான். 3 பேர் ஹீரோஸ், என்கிட்ட பெரிய ஹீரோஸ், அவங்க ஜென்ரேஷன் ஹீரோஸ், என் குடும்பத்துக்கு கெடுக்க வந்த இவாவை அசிங்கமான வார்த்தையில் சொன்னாங்க. நாசமாக போயிருக்கும். 3 பேரோட வாழ்க்கையை கெடுக்கிறதுக்கு ரெடியாக இருந்த அந்த ஒரு பொம்பளை என் லைஃப் பற்றி பேசுகிறாங்க. ஆனால் வேறு ஏதாவது பிரச்சனை வந்து அப்படியே நான் ஃபெமினிஸ்ட், நான் இப்படி ஆகிடுவேன். என்ன ட்ராமா இதெல்லாம்? உனக்குலாம் ஏதாவது துப்பு இருக்கா என்னை பற்றி பேசுறதுக்கு? எப்படி இப்படிலாம் மனுஷங்க இருக்காங்கன்னு புரியல எனக்கு. நான் யார், நீ யார்? பர்சனல் லெவலில் டச் பண்ணது. என்னோட நல்லா நடிப்பியா? நடிச்சுக்கோ. ஐயோ காலில் நானே விழுறேன். அவார்டு வாங்குறேன், வாங்கிக்கோ. பர்சனல் லைஃப்பில் மனுஷன் இவன் தப்பான மனுஷன் நீ அதாவது பேசின நீ இன்னொரு தடவை உனக்கு என்ன அறிகிறது இருக்குது பேசுறதுக்கு? നീ എന്നാ പെത്തിയാ എല്ലാവരും വന്ന്? വാർത്താ സമ്മേളനത്തിൽ പേര് പറയാതെ തന്നെ ഇഡ്ഡലി നടി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഖുഷ്ബുവിനെതിരെയും അദ്ദേഹം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. മുൻ തലമുറയിലെ 3 നായകന്മാരുടെ കുടുംബം തകർക്കാൻ നോക്കിയ ഇവർക്ക് തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് ജയൻ രവിയും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയും ഖുഷ്ബുവിന്റെ ഈ ഒരു ഇരട്ടത്താപ്പിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. என் பசங்க பார்க்கணும் இந்த வீடியோவை. தெரிச்சு தானே ஓடி வந்தேன் நான் அந்த லைஃப் பிடிக்கலன்னு. இத்தனை நாள் இருந்தால அப்பெல்லாம் தெரியலையா? அப்பெல்லாம் பார்த்துக்கல. எவ்வளவு கோடியில வீடியோ என்ன கேளுங்க போய் வெளியில. ஈஸியாரே சொல்லும். யாருக்காக? எல்லாம் அவங்களுக்காக தான் நான் பண்ண. இருக்கும் போது பார்த்துக்க முடியல, நான் இல்லாதப்ப மூடிட்டு இருக்கணும். ഒരു കുഴു അമ. തുടക്കത്തിലെ ജയൻ രവിയെ മാത്രം കുറ്റപ്പെടുത്തിയ സോഷ്യൽ മീഡിയ ഈ ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതും ശരിക്കും അങ്ങ് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായിട്ട് കോടതിയിലൂടെയേ അത് പുറത്തു വരുമെങ്കിലും ഈ കേസ് തമിഴ് സിനിമയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജയൻ രവിയുടെ വാക്കുകളാണോ അതോ ആരതിയുടെ ഭാഗമാണോ കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.